2012 ആയിരുന്നു കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കളറിസ്റ്റ് അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് ആക്ച്വലി. സോ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് മൈ വെരി ഫസ്റ്റ് തിങ് ആക്ച്വലി. ഐ വാണ്ടഡ് ടു കം ബാക്ക് ടു കേരള. അടുത്ത വർഷം എനിക്ക് ഒരു അവാർഡ് കിട്ടണം എന്നില്ല. സോ അടുത്ത വർഷം അവാർഡ് കിട്ടി ഇല്ല. ബട്ട് മൈ മൂവീസ് വെദർ ഞാൻ ചെയ്ത പടത്തിനെല്ലാം അവാർഡുകൾ ഉണ്ടായിരുന്നു ആക്ച്വലി. സോ ആ വർഷം 2013 ഞാൻ കേരളത്തിൽ വന്നു. 13 മുതൽ ഞാൻ കളർ ചെയ്ത പടങ്ങൾ അവാർഡ് ഉണ്ടായിരുന്നു. ബി ഇറ്റ് അൺടു ദ ഡസ്ക്, അസ്തമയങ്ങളിൽ വരെ, അതിൽ ബെസ്റ്റ് ഫിലിം സജിൻ ബാബുയുടെ ബെസ്റ്റ് ഫിലിം ഉണ്ടായിരുന്നു. കന്യക ടാക്കീസ് അതുണ്ടായിരുന്നു. ഗോവ ആ സമയത്ത് 2013 പനോരമയുടെ ഫസ്റ്റ് ഫിലിം ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു. അമീബ. ഓൾമോസ്റ്റ് എല്ലാ വർഷങ്ങളും അവാർഡ് കാറ്റഗറിയിൽ ഐദർ ബെസ്റ്റ് ഡയറക്ടർ ഇല്ലെ ബെസ്റ്റ് ഫിലിം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡ് ഉണ്ടായിരുന്നു. നോട്ട് ബെസ്റ്റ് കളറിസ്റ്റ് ആക്ച്വലി. സോ അത് ഭയങ്കര കുറച്ച് ആദ്യത്തെ ഒരു 1-2 വർഷം ഡിമോട്ടിവേറ്റിംഗ് ആയിരുന്നു. അയ്യോ, ഞാൻ ഇത്രയും പരിശ്രമിച്ച് കിട്ടിയില്ലല്ലോ. ബട്ട് അഗെയിൻ അതർ സൈഡ് ഓഫ് ദാറ്റ്, അതായത് ഓക്കെ അടുത്ത വർഷം കുറച്ചും കൂടി പരിശ്രമിക്കാം, കുറച്ചും കൂടി ബെറ്റർ ഫിലിം. ആ ഫിലിം 3 സ്റ്റേറ്റ് അവാർഡാണ് വീട്ടിലിരിക്കുന്നത്. അതെ അതെ. 2013 മുതൽ ട്രൈ ചെയ്തു. 19 ആദ്യം കിട്ടിയത്. 19 കിട്ടി, 20, 21, 3 consecutive years. But all your films which you have worked was പ്രമേഹ ആണെങ്കിലും കാതലാണെങ്കിലും ഒക്കെ all have won awards like correct state or national എല്ലാ ലെവലിലും അവാർഡ്സ് കിട്ടി. അതെ. അതിൽ ഇപ്പം ഈവൻ അത് എൻ്റെ ഒരു അവാർഡ് കൂടിയായിട്ടാണ് ഞാൻ എൻ്റെ ഒരു അവാർഡ് കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി. യുവർ കോൺട്രിബ്യൂഷൻ ഈസ് ഓൾസോ ദേർ. കറക്റ്റ്. എന്താ പറയുക, പ്രേക്ഷകർ എന്താ കാണുന്നത്, അത് ഞാൻ ചെയ്ത ഒരു ഔട്ട്പുട്ടാണ് കാണുന്നത് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, മനസ്സിൽ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് ആക്ച്വലി. സോ ഹൗ മച്ച് ഇസ് പീപ്പിൾ ഇൻ കേരള അവെയർ അബൌട്ട് ഈ ഒരു കളറിങ്ങിൻ്റെ ആസ്പെക്ട് സിനിമയിൽ? ഇറ്റ് വാസ് വെരി ലോ ആക്ച്വലി. ഈവൻ ദ ടെക്നിക്കൽ പേഴ്സൺസ് ലൈക്ക് ഫിലിം മേക്കേഴ്സും സിനിമ ഇൻഡസ്ട്രിക്കകത്തും അവയർനെസ് കുറവായിരുന്നോ? ഇപ്പം നന്നായിട്ടുണ്ട് ആക്ച്വലി. ഇറ്റ് സ്റ്റാർട്ടഡ് ഐ തിങ്ക് ഫ്രം പോസ്റ്റ് കോവിഡ്, ഇല്ലെങ്കിൽ കോവിഡിന് തൊട്ട് മുമ്പ് അവിടെ ആയിരുന്നു ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആക്ച്വലി ഇൻ മലയാളം ഇൻഡസ്ട്രി. കളറിങ്ങിന് ഇത്രയും പ്രാധാന്യം കിട്ടുന്നത് ആക്ച്വലി. അതെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വന്ന എൻ്റെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് അഞ്ചാം പാതിരയായിരുന്നു ആക്ച്വലി. അപ്പം അതിൽ ഏറ്റവും കടപ്പെട്ട ഞാൻ എപ്പോഴും ഓർക്കണ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മൂഡ് കംപ്ലീറ്റ്ലി നമ്മളിങ്ങനെ ഒരു ശരിക്കും ഒരു മഞ്ഞ് മലയോരത്തേക്ക് പോയ പോലത്തെ ഒരു ഫീലിലേക്ക് വരുന്നത്. അതിനകത്ത് കളർ ടോണിനൊരു അതിലേറ്റവും കടപ്പെട്ട് ഷൈജു കാലത്തിനായിരുന്നു. ഷൈജുക്ക് ആയിരുന്നു അതിലേറ്റവും അതങ്ങ് പുള്ളി അങ്ങനെ എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഔട്ട്പുട്ട് വന്നത് ആക്ച്വലി. അതേപോലെ എല്ലാ ഇതിലും ഇപ്പം ചുരുളിയാണെങ്കിലും മധുവേട്ടൻ. സോ സിനിമാറ്റോഗ്രാഫർ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും ആക്ച്വലി.